പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യോശുവയുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഹായി പട്ടണക്കാർ ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് എവിടെ വെച്ചാണ് അവരെ തോൽപ്പിച്ചത്? ഉത്തരം: മലഞ്ചെരുവിൽ. യോശുവ 7-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ: യെരിഹോ പട്ടണം ആരു നിമിത്തമാണ് അടച്ച് ഉറപ്പാക്കിയിരുന്നത്? ഉത്തരം: ഇസ്രായേൽ മക്കൾ. 6-1. ക്വസ്റ്റ്യൻ: യോർദാൻ രണ്ടായി പിരിഞ്ഞ് ഇസ്രായേൽ മക്കൾ അതിലൂടെ കടന്നതിന് എന്നേക്കും ജ്ഞാപകമായിരിക്കുന്നത് എന്താണ്? ഉത്തരം: യോർദാനിൽ നിന്നെടുത്ത കല്ലുകൾ. 4-6-7. ക്വസ്റ്റ്യൻ: ഏത് ദേശത്തിലുള്ളവരാണ് ഇസ്രായേൽ മക്കളുടെ നിമിത്തം ഉരുകിപ്പോയത്? ഉത്തരം: യെരിഹോ. 2-1-9. ക്വസ്റ്റ്യൻ: ഗിബെയോൻ ഇസ്രായേലിനോട് സഖ്യത ചെയ്തതുകൊണ്ട് അതിനെ നശിപ്പിക്കേണ്ടതിന് അമോര്യ രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിയതാര്? ഉത്തരം: അദോനി സേദക്. 10-2-5. ക്വസ്റ്റ്യൻ: ഹായി പട്ടണക്കാർ മുഴുവനും നിർമൂലമാകും വരെ യോശുവ എന്ത് ചെയ്തില്ല? ഉത്തരം: കുന്തമേന്തിയ കൈ പിൻവലിച്ചില്ല. 8-26. ക്വസ്റ്റ്യൻ: മോശ കൽപ്പിച്ചിരുന്നതുപോലെ കുന്നുകളിലെ പട്ടണങ്ങൾ എന്തു ചെയ്തില്ല? ഉത്തരം: ചുട്ടുകളഞ്ഞില്ല. 11-12-13. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ നിമിത്തം അശേഷം ചൈതന്യമില്ലാതായത് ആർക്കൊക്കെ? ഉത്തരം: അമോര്യ കനാന്യ രാജാക്കന്മാർക്ക്. 5-11. ക്വസ്റ്റ്യൻ: ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഇസ്രായേല്യരോട് പറഞ്ഞതാര്? ഉത്തരം: യോശുവ. 3-10. ക്വസ്റ്റ്യൻ: യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട് ചെയ്യാൻ പറഞ്ഞതെന്ത്? ഉത്തരം: കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളയാൻ. 5-15. ക്വസ്റ്റ്യൻ: യഹോവ കടന്നലിനെ അയച്ച് എത്ര അമോര്യ രാജാക്കന്മാരെയാണ് ഓടിച്ചത്? ഉത്തരം: 2. 24-12. ക്വസ്റ്റ്യൻ: യെരുശലേമിൽ യഹൂദ മക്കൾക്ക് നീക്കിക്കളയുവാൻ കഴിയാതിരുന്നതാരെ? ഉത്തരം: യെബൂസ്യരെ. 15-63. ക്വസ്റ്റ്യൻ: ആരെല്ലാം കൂടെ ചേർന്നാണ് ഇസ്രായേൽ മക്കൾക്ക് എതിരായി ഒരു യാഗപീഠം പണിതത്? ഉത്തരം: രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം. 22-11. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പ് നന്മ ചെയ്ത യഹോവ തിരിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരം: തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. 24-20. ക്വസ്റ്റ്യൻ: മല്ലന്മാരുടെ ദേശത്ത് കാട് വെട്ടി സ്ഥലമെടുത്തു കൊള്ളുവാൻ യോശുവ പറഞ്ഞതാരോട്? ഉത്തരം: യോസേഫിൻ്റെ മക്കളോട്. 17-14-15. ക്വസ്റ്റ്യൻ: കിര്യത്ത് യെയാരീമിൻ്റെ മറ്റൊരു പേരെന്താണ്? ഉത്തരം: കിര്യത്ത് ബാല, ബാൽ. യോശുവ 8-14, 15-60. ക്വസ്റ്റ്യൻ: യോശുവ കാലേബിനെ അനുഗ്രഹിച്ച് അവന് അവകാശമായി കൊടുത്തതെന്താണ്? ഉത്തരം: ഹെബ്രോൻ മല. 14-13. ക്വസ്റ്റ്യൻ: ഹായി പിടിച്ചടക്കുവാൻ പോയ 3000 പേരിൽ എത്ര പേരെയാണ് അവർ കൊന്നത്? ഉത്തരം: 36. 7-5. ക്വസ്റ്റ്യൻ: യോശുവ എത്ര പേരെയാണ് ദേശം ഒറ്റുനോക്കാൻ അയച്ചത്? ഉത്തരം: 2. 2-1.
ക്വസ്റ്റ്യൻ 5 അമോര്യ രാജാക്കന്മാർ ഓടി എവിടെയുള്ള ഗുഹയിലാണ് ഒളിച്ചത്? ഉത്തരം മക്കേദ 10:16. ക്വസ്റ്റ്യൻ യോർദാനിലൂടെ ജനം മറുകര കടന്നതെങ്ങനെ? ഉത്തരം വേഗത്തിൽ 4:10. ക്വസ്റ്റ്യൻ ഒറ്റുകാർ ദേശത്ത് വന്നിരിക്കുന്നുവെന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ രാജാവ് ആരുടെ അടുക്കലാണ് ആളുകളെ അയച്ചത്? ഉത്തരം രാഹാബിൻ്റെ 2:2-3. ക്വസ്റ്റ്യൻ യോശുവയും ഇസ്രായേൽ മക്കളും ചേർന്ന് എത്ര രാജാക്കന്മാരെ തോൽപ്പിച്ചു അവരുടെ ദേശം കൈവശമാക്കി? ഉത്തരം 31, 12:24. ക്വസ്റ്റ്യൻ ഗാദ് ഗോത്രത്തിലെ സങ്കേത നഗരം ഏതാണ്? ഉത്തരം രാമോത്ത് 21:38. ക്വസ്റ്റ്യൻ യെരിഹോ പട്ടണം പണിയുന്നവൻ ശപിക്കപ്പെട്ടവനാകുമെന്ന് ശപഥം ചെയ്തതാര്? ഉത്തരം യോശുവ 6:26. ക്വസ്റ്റ്യൻ അനാക്കിൻ്റെ അപ്പനായ അർബയുടെ പട്ടണം ഏതായിരുന്നു? ഉത്തരം ഹെബ്രോൻ 15:13. ക്വസ്റ്റ്യൻ യെരിഹോ നിവാസികൾ ഇസ്രായേല്യർ നിമിത്തം എന്തായിപ്പോയി? ഉത്തരം ഉരുകിപ്പോയി 2:9. ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളുടെ സഭ ഷീലോവിൽ ഒന്നിച്ചു കൂടിയിരുന്ന സമയം അതിൽ എത്ര ഗോത്രത്തിന് അവകാശം കിട്ടിയിരുന്നില്ല? ഉത്തരം 7, 18:1-2. ക്വസ്റ്റ്യൻ യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് നൽകിയതെന്താണ്? ഉത്തരം സ്വസ്ഥത 23:1. ക്വസ്റ്റ്യൻ ഇസ്രായേലിനോടും യോശുവയോടും യുദ്ധം ചെയ്യുവാൻ ഏകമനസ്സോടെ യോജിച്ചത് എത്ര ജാതികൾ? ഉത്തരം 6, 9:1-2. ക്വസ്റ്റ്യൻ ഹായി രാജാവിൻ്റെ ശവം മരത്തിൽ നിന്നിറക്കി ഇട്ടതെവിടെയാണ്? ഉത്തരം പട്ടണവാതിൽക്കൽ 8:29. ക്വസ്റ്റ്യൻ യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് ഒറ്റുകാരോട് പറഞ്ഞതാര്? ഉത്തരം രാഹാബ് 2:9. ക്വസ്റ്റ്യൻ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടവരിൽ അഗ്രചർമ്മികളായവരെ പരിച്ഛേദന കഴിച്ചത് എവിടെ വെച്ച്? ആര് ചെയ്തു? ഉത്തരം ഗിൽഗാൽ അഗ്രചർമ്മഗിരിയിങ്കൽ വെച്ച്. യോശുവ 5:3, 7, 9. ക്വസ്റ്റ്യൻ യോശുവ ലാക്കീഷിനെ പിടിച്ചടക്കാൻ പോയപ്പോൾ ലാക്കീഷിനെ സഹായിപ്പാൻ വന്ന രാജാവാര്? ഉത്തരം ഹോരാം 10:33. ക്വസ്റ്റ്യൻ ഹായി പട്ടണത്തിൽ നിന്നും ഇസ്രായേൽ ജനം തങ്ങൾക്ക് വേണ്ടി എടുത്തതെന്തെല്ലാം? ഉത്തരം കന്നുകാലികളും കൊള്ളയും 8:27. ക്വസ്റ്റ്യൻ ഏത് ഗോത്രക്കാരാണ് ശപഥാർപ്പിത വസ്തുക്കൾ എടുത്തത്? ഉത്തരം യഹൂദ ഗോത്രം 7:1. ക്വസ്റ്റ്യൻ എന്തിനു സാക്ഷിയായിട്ടാണ് രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതി ഗോത്രം ഇവർ യാഗപീഠം പണിതത്? ഉത്തരം യഹോവ തന്നെ ദൈവം എന്നതിന് 22:34. ക്വസ്റ്റ്യൻ എവിടെ പാർത്തിരുന്ന കനാന്യരെയാണ് എഫ്രയീമ്യർ നീക്കിക്കളയാതിരുന്നത്? ഉത്തരം ഗസേർ 16:10. ക്വസ്റ്റ്യൻ ഹാസോർ രാജാവിൻ്റെയും അവരോട് കൂടെ വന്ന ശത്രു സൈന്യത്തിൻ്റെയും കുതിരകളെ എന്തു ചെയ്യാനാണ് യഹോവ യോശുവയോട് പറഞ്ഞത്?
ഉത്തരം കുതിഞരമ്പ് വെട്ടിക്കളയാൻ. 11:6. ക്വസ്റ്റ്യൻ. യഹോവ യോശുവയോട്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, എന്നാലും നിനക്ക് ഇനിയും എന്ത് ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്? ഉത്തരം ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട്. 13:1. താങ്ക്സ് ഫോർ വാച്ചിങ്.